ഞാൻ സുബ്രഹ്മണ്യൻ മാസ്റ്റർ മാത്തമാറ്റിക്സ് ആൻഡ് സയൻസ് ക്ലബിൻ്റെ സാരഥിയാണ്. മൊബൈൽ നമ്പർ 8139062370. കഥ ജീവിത സത്യങ്ങൾ തുടരുന്നു. ഞായറാഴ്ച വൈകുന്നേരത്തോടുകൂടി ശാന്തിയും കുട്ടികളും തിരിച്ചെത്തി. അന്നത്തെ ദിവസം അവർ വീട്ടിൽ തന്നെ കഴിച്ചു കൂട്ടി. അടുത്ത ദിവസം എല്ലാവരും തിരക്കിൽ ആയിരുന്നു. ദിവാകരൻ തൻ്റെ പ്രാഥമിക കാര്യങ്ങളെല്ലാം കഴിച്ച് നേരെ ഓഫീസിലേക്ക് പോയി. വൈകുന്നേരത്തോടുകൂടി 5 മണിക്ക് തിരിച്ച് എത്തി. ഉടൻ തന്നെ ആ ചാരുകസേരയിൽ ഇരുന്ന് വീണ്ടും ചിന്താമണ്ഡലത്തിലേക്ക് പോയി. തൻ്റെ പഴയ കാലത്തെക്കുറിച്ചുള്ള ഓർമ്മ ഒന്ന് അയവിറക്കി നോക്കി. ഒരിക്കൽ തൃശ്ശൂർ റീജിയണൽ തിയേറ്ററിൽ ദേവികയുടെ വീണാവാദൻ കണ്ട ദിവാകരൻ സരസ്വതി ദേവി തൻ്റെ മുന്നിൽ വന്നിരിക്കുന്നത് പോലെയുള്ള ഒരു പ്രതീതിയാണ് ഉണ്ടായത്. അവർ തമ്മിലുള്ളതായിട്ടുള്ള ബന്ധം വളരെ രഹസ്യമായി വെച്ചിരുന്നതിനാൽ വീട്ടുകാർക്കോ ബന്ധുക്കൾക്കോ അതേപോലെ സുഹൃത്തുക്കൾക്കോ ഇതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു. അങ്ങനെയുള്ളതായിട്ടുള്ള ആ ദിവാകരൻ ഒരു കാലത്തും ഈ ബന്ധത്തെക്കുറിച്ച് ആരും അറിയരുത് എന്ന് വിശ്വസിച്ചിരുന്നു. അങ്ങനെ ഒരു പ്രാവശ്യം യൂണിവേഴ്സിറ്റി മത്സരത്തിനായി ദേവിക കണ്ണൂരിലേക്ക് യാത്ര തിരിച്ചു. ആ പ്രോഗ്രാം എങ്ങനെയെങ്കിലും പങ്കെടുക്കണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ദിവാകരൻ തൻ്റെ കയ്യിലുള്ള തുച്ഛമായ 250 രൂപയും കൊണ്ട് നേരെ കണ്ണൂരിലേക്ക് യാത്ര തിരിക്കുകയാണ് ഉണ്ടായത്. കണ്ണൂരിലെത്തിയ ദിവാകരന് ആ സ്ഥലം വളരെ അപരിചിതമായിരുന്നു. ജനങ്ങളും അപരിചിതരാണ്. ആദ്യമായിട്ടാണ് കണ്ണൂരിലേക്ക് എത്തുന്നത് എന്ന് മനസ്സിലാക്കിയ ദിവാകരൻ വളരെ ശ്രദ്ധയോടുകൂടി തൻ്റെ കയ്യിലുള്ള തുച്ഛമായ വരുമാനം ചിലവാക്കിക്കൊണ്ട് അന്നത്തെ ദിവസം അവിടെ പ്രോഗ്രാം വേദി മുന്നിലുള്ള നിലയിൽ ഇരുന്നുകൊണ്ട് പ്രോഗ്രാമുകൾ വീക്ഷിച്ചു. എന്നാൽ അന്ന് ആണ് പ്രോഗ്രാം എന്ന് വിചാരിച്ചിരുന്ന ദിവാകരന് തെറ്റിപ്പോയി. 2 ദിവസം കഴിഞ്ഞിട്ടാണ് വീണാവാദൻ എന്ന് അറിഞ്ഞപ്പോൾ ദിവാകരന് ഒന്നും ചെയ്യാൻ കഴിയാതെയായി. എങ്ങനെ ഈ 2 ദിവസം ഈ തുച്ഛമായ വരുമാനത്തിൽ കഴിച്ചു കൂട്ടുമെന്നോർത്ത് ആദ്യത്തെ ദിവസം സ്റ്റേജിന് മുന്നിലുള്ള ബെഞ്ചിൽ കടന്നുറങ്ങി. ആ ദിവസം കഴിച്ച് കൂട്ടി. അടുത്ത ദിവസം അവിടെയുള്ളതായിട്ടുള്ള ശുചിമുറിയിലൊക്കെ പോയി
തൻ്റെ പ്രാഥമിക കാര്യങ്ങൾ കഴിച്ചു കൂട്ടി അടുത്തുള്ള ഹോട്ടലിൽ നിന്നും ചായയും വടയും കഴിച്ച ശേഷം വീണ്ടും വേദിയിൽ വന്നിരുന്നു. പക്ഷേ അന്ന് വിചാരിതമായി ദേവികയുടെ സംഗീത പരിപാടി ഉണ്ടായിരുന്നതിനാൽ അത് കേൾക്കുന്നതിന് ദിവാകരന് സാധിച്ചു. എന്നാൽ വീണാവാദൻ അടുത്ത ദിവസമായതിനാൽ എങ്ങനെ പിടിച്ചു നിൽക്കുമെന്നറിയാതെ ദിവാകരൻ അങ്കലാപ്പിലായി. എന്നിരുന്നാലും ഒരു ശ്രമം നടത്താമെന്ന് വിചാരിച്ച് അടുത്ത ദിവസവും അവിടെ കഴിച്ച് കൂട്ടി. ഏകദേശം 4 മണിയോടുകൂടിയാണ് വീണാവാദൻ എന്നറിഞ്ഞ ദിവാകരൻ്റെ കണ്ണുകളെല്ലാം അടഞ്ഞുപോയി. അവിടെ എങ്ങനെ 4 മണിയാക്കും എന്ന് ആലോചിച്ചിരുന്ന് ദിവാകരന് അതിന് കഴിയാതെ വന്നപ്പോൾ ദിവാകരൻ തൻ്റെ ദൗത്യം ഉപേക്ഷിച്ച് ഏകദേശം 3 മണിയോടുകൂടി അവിടെ നിന്നും യാത്ര തിരിച്ച് സ്വന്തം ദേശത്തേക്ക് എത്തി. അങ്ങനെയുള്ളതായിട്ടുള്ള വളരെയധികം സാഹസികതകൾ ചെയ്തിട്ടുള്ള ദിവാകരന് അതിനെക്കുറിച്ച് ഇന്ന് ആലോചിക്കുമ്പോൾ എങ്ങനെയാണ് ഞാൻ ഇതൊക്കെ ചെയ്തിരുന്നത് എന്ന് അത്ഭുതം ഉളവാക്കിയിരുന്നു. അത് ചെറുപ്പത്തിൻ്റെ ഒരു ധൈര്യമാണ് എന്ന് ദിവാകരൻ മനസ്സിൽ കുറിച്ചു. 5 മണിയോടുകൂടി ശാന്തി തിരിച്ച് എത്തി. ചായ നൽകി. ശാന്തി മറ്റ് കാര്യങ്ങളിൽ ഏർപ്പെട്ടു. തുടരും.